മലയാള സിനിമയ്ക്ക് ചേഞ്ച് ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് ട്രാൻസിഷൻ പല സമയങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അത് ഇനെവിറ്റബിൾ ആണ്. ഒരിക്കലും ഒരേ രീതിയിൽ സിനിമ പോകണമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. പുതിയ ആളുകൾ വരും, പുതിയ അഭിനേതാക്കൾ വരും, പുതിയ സംവിധായകർ വരും, പുതിയ പ്രമേയങ്ങൾ വരും. അത് സ്വാഭാവികമാണ്. കാലാതീതമായ മാറ്റങ്ങൾ എല്ലാ മേഖലയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത്തരം ഒരു ട്രാൻസിഷൻ ടൈം മലയാളത്തിലും വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡുമാണ്. ഇത് എത്ര കാലമെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിൽ പോകുമെന്നോ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ എക്സ്പെരിമെൻറ്റേഷനിൽ ഞാനും വളരെയധികം ഓപ്പണാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരിക്കലും പഴയ ഡയറക്ടേഴ്സിനെ മാറ്റിവെച്ചോ അല്ലെങ്കിൽ പുതിയത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. സേനൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഇസ് ഡിഫറെൻറ്റ്. കാരണം എന്തൊക്കെ ചേഞ്ച് വന്നാലും സിനിമയ്ക്കൊരു ഭാഷയുണ്ട്. ആ ഭാഷ മാറ്റി നിർത്തി നമുക്ക് സിനിമയെ മാറ്റാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു പൂജയ്ക്ക് പോയപ്പോൾ മധു സാർ പറഞ്ഞ ഒരു ഡയലോഗ് ഒരു വാചകമായിരുന്നു, സിനിമ സിനിമയായിരിക്കണം എന്ന്. ഭയങ്കര അർത്ഥമുള്ളൊരു വാചകമായി തോന്നി. സിനിമ സിനിമയായിട്ട് തന്നെ ഇരിക്കും. ആ സിനിമ സിനിമയാണെന്ന് അറിയണമെന്നെങ്കിൽ നമുക്ക് മുമ്പേ യാത്ര ചെയ്ത ആളുകളിൽ നിന്നും കിട്ടുന്ന ടിപ്സാണ് നമുക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലർക്കും ഒരു പല രൂപങ്ങൾ, പല അർത്ഥങ്ങൾ സിനിമയ്ക്ക് ഉണ്ടായിരിക്കാം. അതെല്ലാം മനസ്സിലാക്കുന്നതോടത്തോളം നമ്മൾ കൂടുതൽ വളരും. തീർച്ചയായിട്ടും ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഞാൻ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റുകളും ഓരോപോലെയാണ്. ആഷിഖ് അബുവിനെ പോലെ പുതിയ രീതിയിൽ സിനിമ എടുക്കുന്ന ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. സേനൻ സാറിനെ പോലെ എത്രയോ ഹിറ്റ് മേക്കർ എന്ന ഒരു ടാഗ് ലൈൻ അത് സ്വയം ക്രിയേറ്റ് ചെയ്ത് 30 കൊല്ലമായിട്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എനിക്കതൊരു തീർച്ചയായിട്ടും ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇവരിലൂടെയൊക്കെ ഞാൻ പത്മസൂര്യ എന്നുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ അത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അവരൊരിക്കലും കുറ്റം പറയില്ല. സിനിമ എന്നുള്ളതൊരു മാർക്കറ്റാണ്. നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുന്ന പോലും, ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, നമ്മളൊരു സോപ്പ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ആ സോപ്പിൻ്റെ കവറാണ് അതിന് ഒരു സിനിമയുടെ ആക്ടർ, അല്ലെങ്കിൽ ഒരു മാഗസീൻ്റെ കവർ പേജാണ് അതിൻ്റെ ആക്ടർ. അത് വിൽക്കപ്പെടുന്നത് ഇപ്പോൾ എല്ലാ സോപ്പുകളും ഒരുപോലെ ആയിരിക്കും. അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ യൂട്ടിലിറ്റി സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ ഒരു ലക്സോ അല്ലെങ്കിൽ ഒരു ഹമാമോ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് അത് തമ്മിലുള്ള അതിൻ്റെ കവറിലുള്ളതാണ്. ഒരാൾക്ക് മറ്റേ കവറാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അതാണ് അതിനെ അട്രാക്ട് ചെയ്യുമെങ്കിൽ ഹീൽ ഗോ ഫോർ ദാറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ആക്ടർ എന്നുള്ളത് ഒരു ഡയറക്ടറുടെ ടൂൾ മാത്രമല്ല, ഒരു പ്രൊഡ്യൂസറുടെ കൂടെ ടൂളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആ ആക്ടറെയാണ്. തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് എൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണെന്ന് എനിക്ക് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആ മാർക്കറ്റ് വാല്യൂ എൻഹാൻസ് ചെയ്യാനും എൻ്റെ ബ്രാൻഡ് വാല്യൂ എൻഹാൻസ് ചെയ്യാനുമുള്ള രീതിയിലുള്ള ഡിസിഷൻസ് എനിക്ക് എടുക്കേണ്ടി വന്നേക്കാം. എങ്കിൽ കൂടെ ഞാനിവിടെ ഒരു മനുഷ്യനായതുകൊണ്ടും എനിക്ക് ഇമോഷൻസ് ഉള്ളതുകൊണ്ടും എനിക്ക് ഹൃദയത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ഓഫേഴ്സ് ചിലപ്പോൾ നന്നാവോ ചിലപ്പോൾ ചീത്തയാവോ എന്ന് നോക്കാതെ തന്നെ അവരുമായിട്ട് സഹകരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതൊരു പേഴ്സണൽ ഡിസിഷൻ മാത്രമാണ്. ഇനീഷ്യലി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഒരു റെസ്പോൺസിബിൾ ആക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾ നല്ല സിനിമകൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും മാർക്കറ്റ് എന്നുള്ള രീതിയിൽ കൂടെ നിങ്ങൾ എൻഹാൻസ് ചെയ്യണം എന്നാണ് അതാണ് ആസ് എൻ ആക്ടർ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ MBA ഇൻ മീഡിയ എൻ്റർടൈൻമെൻ്റ് ആണ് ചെയ്തത്. സിനിമയായിരുന്നു എൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ. ന്യൂ ആൻഡ് ഇൻട്രാക്റ്റീവ് മീഡിയ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ സോഷ്യൽ ഇൻട്രാക്റ്റീവ് സൈറ്റ്സ്, അത് രണ്ടുമായിരുന്നു എൻ്റെ പഠന മേഖല. അതില്ലെങ്കിൽ കൂടെ തന്നെ വളരെ പകൽ പോലെ വ്യക്തമാണ്, ഇപ്പോൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ താങ്ക്സ് പറയാതെ സിനിമ ഇറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സോഷ്യൽ മാർക്കറ്റിംഗ് സൈറ്റ്സിലൂടെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ മാർക്കറ്റിംഗ് രീതികളും യൂസ് ചെയ്യണം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എപ്പോഴും നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള രീതികളിൽ നിന്നുകൊണ്ട് അൺകൺവെൻഷനലായി ചിന്തിക്കുന്നതാണ് കുറച്ചുകൂടെ എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന മാർക്കറ്റിംഗ് രീതികൾ. ഞാൻ സോഷ്യൽ സൈറ്റ്സിൽ വളരെ സജീവമാണ്. എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, എനിക്ക് ഫേസ്ബുക്കിൽ പേജ് ഉണ്ട്, patmasuriya.com എന്ന പേരുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. എൻ്റെ ഫാൻസും ക്രിട്ടിക്സുമായിട്ട് ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അതെന്നെ ഗ്രോ ചെയ്യാൻ സഹായിക്കാറുണ്ട്. ചില സമയത്ത് ഡിസ്കറേജ് ചെയ്യാൻ സഹായിക്കാറുണ്ട്, ചില സമയത്ത് ഇൻസ്പയർ ചെയ്യാൻ സഹായിക്കാറുണ്ട്. ഓൾ ദീസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നോ അതിൽ പൂർണ്ണമായി നിൽക്കണമെന്നോ. അതിന് ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു ആവശ്യമായി മാറുമ്പോൾ യു ഹാവ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഒരു നടന് തീർച്ചയായിട്ടും പല ആളുകളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പല എക്സ്പീരിയൻസ് ആയിരിക്കും. MG ശശി എന്ന വ്യക്തിയിൽ നിന്ന് കിട്ടിയതല്ല എനിക്ക് ആഷിഖ് അബുവിൽ നിന്ന് കിട്ടിയത്, അതല്ല എനിക്ക് B ഉണ്ണികൃഷ്ണനിൽ നിന്ന് കിട്ടിയത്, അതല്ല എനിക്ക് രാജസേനനിൽ നിന്ന് കിട്ടിയത്. തീർച്ചയായിട്ടും ഇവരൊക്കെ എന്നെ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്, പല രീതിയിലും ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ വളരാൻ സഹായിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തോട്ട് യാത്ര ചെയ്ത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുകയാണ്. പക്ഷേ കൂട്ടായ്മയ്ക്ക് എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ചാമുണ്ട്. ഇപ്പോൾ ഞാൻ സേനൻ സാറായിട്ട് ഇനിയും ഒരു അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഈ സിനിമയേക്കാൾ കൂടുതൽ കെമിസ്ട്രി എനിക്ക് ചിലപ്പോൾ തോന്നിയേക്കാം.
ഇപ്പം ഞാൻ ഉണ്ണികൃഷ്ണൻ സാറായിട്ട് അടുത്തൊരു സിനിമയ്ക്ക് മുതിരുകയാണെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് IG യിൽ ചെയ്തതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് ഉണ്ണികൃഷ്ണൻ സാറിനെ ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു സംഭവം അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല. കാരണം നമ്മൾ സുഹൃത്തുക്കൾ ചെയ്യുമ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു വൈബ്രേഷൻ, നമ്മൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ടൈമിങ് അത് സിനിമയിൽ തീർച്ചയായിട്ടും വ്യക്തമാകും. അത് പലപ്പോഴും പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മലയാള സിനിമയിൽ തന്നെ എത്രയോ ഫേമസ് ആയിട്ടുള്ള കൂട്ടുകെട്ടുകളുണ്ട്. പക്ഷേ അവരാരും ആ ചട്ടക്കൂടിൽ നിന്നിട്ടില്ല. അതിൽ നിന്ന് വളർന്ന് പിന്നെ അതിന് പുറത്തേക്ക് അവർ പോയി തിരിച്ചു വന്ന് അങ്ങനെയായിരിക്കാം. അതൊരു ഹെൽത്തി ഹാബിറ്റാണ് തീർച്ചയായിട്ടും. കാരണം അവർ തിരിച്ചു വരുമ്പോൾ വീണ്ടും അവരുടെ എവർഗ്രീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺടാപ്ഡ് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഒരു പുറത്തു പോകുമ്പോൾ അതല്ലാത്ത രീതിയിലുള്ള അവരുടെ ഡയമെൻഷൻസ് പുറത്താവുന്നു. ഇറ്റ്സ് ഓൾ ഗുഡ്. പത്മസൂര്യ രാജസേനൻ പടം ചെയ്യുന്നു എന്നുള്ളതിന് എതിരെ ഗൂഢാലോചന ചെയ്യാൻ മാത്രം പത്മസൂര്യ വളർന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ രീതിയിൽ ഇപ്പോൾ തീർച്ചയായിട്ടും എനിക്കതിനകത്ത് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ എന്നുള്ളതിനേക്കാൾ ഞാൻ പത്മസൂര്യ എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ചത്. സ്വാഭാവികമായിട്ടും ടു ബി വെരി പോസിറ്റീവ്, ടു ബി വെരി ഫ്രാങ്ക്, സേനൻ സർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഫുൾ ഫോമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. അദ്ദേഹം ഫോമിൽ നിന്ന്, കാരണം സേനൻ സാറിൻ്റെ ഒരു ആരാധകൻ എന്നുള്ള നിലയിൽ എനിക്കറിയാം അദ്ദേഹം ഫോമിലായിരുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ അടുത്തിറങ്ങിയ സിനിമകൾ ആസ് എ ഓഡിയൻസ് ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. പക്ഷേ 100 സിനിമ ഇറങ്ങുമ്പോൾ 10 സിനിമകൾ മാത്രം വിജയിക്കുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഒരാൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾക്ക് ഇത്രയോ ഹിറ്റ്സ് തന്ന എല്ലാവരും നമുക്ക് എത്രയോ ഫ്ലോപ്സ് വന്നിട്ടുണ്ട്. ഇത്ര വലിയ ഹിറ്റ് തന്ന ഇദ്ദേഹം തന്നെയാണോ വേറൊരു സിനിമ ഡയറക്റ്റ് ചെയ്തതെന്ന് തോന്നിപ്പിക്കുന്ന എത്രയോ സംവിധായകരോ എത്രയോ ആക്ടേഴ്സോ മഹാനടന്മാരെന്ന് വിശ്വസിക്കുന്ന വലിയ ഞാൻ ആരാധിക്കുന്ന ആ നടന്മാരുടെ മോശം പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം സിനിമ ഇൻഡസ്ട്രിയിൽ അത്ര പോപ്പുലർ അല്ലാത്തത് കൊണ്ടും 8 മുതൽ 9 ഹിറ്റ്സ് വരെ കൊടുക്കാൻ സാധിക്കുന്നത് ഒരു ലക്ക് അല്ലെങ്കിൽ അതൊരു ഫ്ലൂക്കായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടും രാജസേനൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ക്രാഫ്റ്റ് ഉണ്ടെന്നും അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടും അതിൽ നിന്നൊരു സ്കൂളിങ്ങിനുള്ള സാധ്യത എനിക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് രാജസേനൻ സാറിലേക്ക് ഞാൻ പോയത്. ഇപ്പം ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ചെയ്തത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രാജസേനൻ എന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം ഇത്രയും പ്രൂവ് ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോഴും മാറി ചിന്തിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള ടെക്നിക്കൽ രീതികളിൽ മാറാൻ തയ്യാറാണ്. ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഇപ്പോൾ എഡിറ്റർ എന്ന് പറയുന്ന ആൾ പ്രദീപ് ശങ്കർ എന്ന് പറയുന്ന ഒരാൾ, ഹീസ് യങ് ലൈക്ക് അസ്. അദ്ദേഹം പറയുന്ന ചില സജഷൻസ് ഒക്കെ അദ്ദേഹം ഓപ്പണായി എടുക്കുന്നു. ഒരു പ്രൂവ്ഡ് ആയിട്ടുള്ള ഇത്രയും കാലം സഞ്ചരിച്ച ഒരു ഡയറക്ടർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു പോസിറ്റീവ് എലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് കുറേ മനസ്സിലാക്കാനും സാറായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ കിട്ടിയത് ഒരു നല്ല അവസരം തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. എനിക്കെപ്പോഴും അതൊരു നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നുന്നു.